വാസുവിന് കട്ടിൽ, പത്മകുമാർ സെല്ലിൽ തടവുകാർക്കൊപ്പം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് ജയിലിൽ വ്യത്യസ്ത സൗകര്യങ്ങൾ. മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന് മാത്രം കിടക്കാൻ കട്ടിൽ അനുവദിച്ചപ്പോൾ എ പത്മകുമാർ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾ സാധാരണ തടവുകാർക്കൊപ്പമാണ് സെല്ലിൽ കഴിയുന്നത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എൻ വാസുവിനെ കൊട്ടാരക്കര സബ് ജയിലിൽ നിന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. 74-കാരനായ വാസുവിനെ ഇപ്പോൾ ആശുപത്രി സെല്ലിലാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മുറിയിൽ കട്ടിലും ഫാനും അനുവദിച്ചിട്ടുണ്ട്. ഡോക്ടർക്ക് കൃത്യമായി പരിശോധിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. എന്നാൽ വ്യാഴാഴ്ച അറസ്റ്റിലായ മുൻ പ്രസിഡന്റ് എ പത്മകുമാർ, നേരത്തെ പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഡി സുധീഷ് കുമാർ, KS ബൈജു എന്നിവർ സ്പെഷ്യൽ ജയിലിലാണ് കഴിയുന്നത്. ഇവർ ഓരോരുത്തരും മറ്റ് സാധാരണ തടവുകാർക്കൊപ്പം വെവ്വേറെ സെല്ലുകളിലാണ് താമസം. മുൻ MLA എന്ന നിലയിൽ എ പത്മകുമാറിന് പ്രത്യേക പരിഗണനയും സൗകര്യങ്ങളും നൽകേണ്ടതുണ്ട്. അതിനാൽ അദ്ദേഹത്തെ ഉടൻ തന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയേക്കുമെന്നും സൂചനയുണ്ട്. അടുത്തിടെ കേസന്വേഷണം തുടക്കത്തിൽ തന്നെ CBIക്ക് കൈമാറിയാൽ മതിയെന്ന കരുതുന്ന CPMകാരുണ്ട്. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണമാണ് നടക്കുന്നത്. ജീവനക്കാരിൽ മാത്രം അന്വേഷണം ഒതുങ്ങുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്. എന്നാൽ കളി കൈവിട്ടു. ഹൈക്കോടതി നിരീക്ഷണവും കേരള പോലീസ് അന്വേഷണവുമായതിനാൽ അതിനെ രാഷ്ട്രീയപരമായി എതിർക്കാൻ കേരളം ഭരിക്കുന്ന CPMന് കഴിയുന്നില്ല. CBI ആയിരുന്നു അറസ്റ്റുകൾ നടത്തിയെങ്കിൽ BJPയുടെ രാഷ്ട്രീയ അജണ്ടയിൽ പ്രതിരോധം തീർക്കാൻ കഴിയുമായിരുന്നു. ഇതും CPMനെ ഇപ്പോൾ ചിന്തിപ്പിക്കുന്നുണ്ട്.